വെൽക്കം ടു ഓൾ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ NCERT സിലബസിലുള്ള മാത്തമാറ്റിക്സ് ആണ്. അതിലെ 8th ചാപ്റ്റർ ആണ് നോക്കുന്നത്, ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി. അതിലെ ഫസ്റ്റ് എക്സസൈസ് ആവുന്ന എക്സസൈസ് 8.1-ലെ 7th ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് കോട്ട് തീറ്റ ഇസ് ഈക്വൽ ടു 7/8, ഇവാലുവേറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 1 plus sin theta into 1 minus sin theta divided by 1 plus cos theta into 1 minus cos theta. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താണ്? കോട്ട് സ്ക്വയർ തീറ്റ. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനുള്ളത്. ഇതിനായിട്ട് അവർ തന്നിരിക്കുന്ന ക്ലൂ കോട്ട് തീറ്റ ഇസ് ഈക്വൽ ടു 7/8, അതായത് കോട്ടിന്റെ റേഷ്യോ 7/8 ആണ് തന്നിട്ടുണ്ട്. ഈ റേഷ്യോ വെച്ചുകൊണ്ട് സൈൻ്റെ റേഷ്യോ കോസിന്റെ റേഷ്യോ കണ്ടുപിടിക്കണം. പിന്നെ കോട്ട് സ്ക്വയർ തീറ്റ എന്നുള്ളത് കോട്ട് തീറ്റ തന്നിട്ടുണ്ട്, ഇതിന്റെ സ്ക്വയർ എടുത്താൽ മതി, അപ്പോൾ കോട്ട് സ്ക്വയർ തീറ്റ കിട്ടും. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? കോട്ട് തീറ്റയുടെ വാല്യൂ എടുത്ത് എഴുതാം. കോട്ട് തീറ്റ ഇസ് ഈക്വൽ ടു, കോട്ടിന്റെ റേഷ്യോ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഇതാണ് നമ്മൾ കോട്ടിന്റെ റേഷ്യോ. ഈ അഡ്ജസന്റ് സൈഡ് ആണ് ഈ 7 ഈസ് ദ അഡ്ജസന്റ് സൈഡിന്റെ റേഷ്യോ. ഓപ്പോസിറ്റ് സൈഡിന്റെ റേഷ്യോ 8 ആണ്. അപ്പൊ ഈ റേഷ്യോ വെച്ചിട്ട് നമുക്ക് സൈൻ്റെ റേഷ്യോയും കോസിന്റെ റേഷ്യോയും കണ്ടുപിടിക്കണം. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഒരു ട്രയാങ്കിൾ വരച്ച് വേണം നമ്മൾ അത് കണ്ടുപിടിക്കാൻ. എന്ത് ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്? 90 ഡിഗ്രി ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. 90 ഡിഗ്രി ട്രയാങ്കിൾ. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഒരിക്കലും 90 ഡിഗ്രി ആകരുത്. ഇവിടെയോ ഇവിടെയോ ആണ് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പൊ ഞാൻ ഇവിടെ തീറ്റ ഇട്ട് കൊടുത്തു, ABC എന്ന് പേരും കൊടുത്തു. ഓക്കെ. അപ്പൊ ABC-യിൽ തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് ബൈ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡാണ് 7/8. അപ്പൊ തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് വന്നിട്ട് ഹൈപ്പോട്ടേനസ് ആണ്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ സൈഡ് എപ്പോഴും ഹൈപ്പോട്ടേനസ് ആണ്. അതുകൊണ്ട് തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. ഈ അഡ്ജസന്റ് സൈഡാണ് 7, അത് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തു. തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡാണ് 8, അത് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തു. നമുക്ക് സൈൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണ്. അപ്പൊ ഹൈപ്പോട്ടേനസ് വേണം. ഇവിടുത്തെ ഹൈപ്പോട്ടേനസ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ബേസും ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ കണ്ടുപിടിച്ച് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈപ്പോട്ടേനസ് കിട്ടും. ഹൈപ്പോട്ടേനസിന്റെ പേര് എന്താണ്? BC. അപ്പൊ BC സ്ക്വയർ ഈക്വൽ ടു എന്താണ്? ഹൈപ്പോട്ടേനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതാണ്, ഈ പെർപെൻഡിക്കുലർ ലൈൻ ആണ് ആൾട്ടിറ്റ്യൂഡ്. AC സ്ക്വയർ പ്ലസ് ബേസ് AB. ഇതാണ് നമ്മുടെ പൈതഗോറസ് തിയറം അല്ലേ? ഹൈപ്പോട്ടേനസ് കണ്ടുപിടിക്കണമെങ്കിൽ ഹൈപ്പോട്ടേനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ഈ സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? റൂട്ട് ആവും. ഇപ്പൊ റൂട്ട് ഓഫ് AC സ്ക്വയർ, AC എത്രയാണ്? 8. 8ന്റെ സ്ക്വയർ പ്ലസ് AB സ്ക്വയർ, AB എത്രയാണ്? 7 ഈക്വൽ ടു റൂട്ട് 8ന്റെ സ്ക്വയർ, 8ന്റെ സ്ക്വയർ എത്രയാണ്? 64. 7ന്റെ സ്ക്വയർ വന്നിട്ട് 49. ഓക്കെ. റൂട്ട് 9 plus 4 13. 13 3 എഴുതി, ബാലൻസ് 1. 6 plus 4 10. 10 plus 1 11. അപ്പം 113 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ഹൈപ്പോട്ടനസ് 113. ഓക്കെ. അപ്പൊ പൈതഗോറസ് തിയറം വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഹൈപ്പോട്ടനസ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സൈൻ്റെ റേഷ്യോ കോസിന്റെ റേഷ്യോ എല്ലാം എഴുതാം. സൈൻ്റെ റേഷ്യോ എത്രയാണ്? സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണ്. തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ്, ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പൊ 8 ബൈ ഹൈപ്പോട്ടേനസ്, അത് റൂട്ട് 130. അടുത്ത കോസ് തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണ്. ആരുടെ അഡ്ജസന്റ്? ഈ തീറ്റയുടെ അഡ്ജസന്റ് സൈഡ്. അപ്പൊ തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് ഇതാണ്, 7 ബൈ ഹൈപ്പോട്ടേനസ്. ഹൈപ്പോട്ടേനസ് എന്ന് പറയുന്നത് റൂട്ട് 130 ആണ്. കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ രണ്ട് വാല്യൂ, സൈൻ തീറ്റയുടെ വാല്യൂ കോസ് തീറ്റയുടെ വാല്യൂ എടുത്ത് ഇവിടെയും ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ. അപ്പൊ ഞാൻ ഫസ്റ്റത്തെ ആൻസർ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇവിടെ എന്താണ്? 1 ഉണ്ട് പ്ലസ് സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 8 ബൈ റൂട്ട് 130 ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ. സൈൻ തീറ്റ എന്താണ്?
8 by root 130. The whole divided by 1 plus cos theta. 1 plus cos theta. Cos theta എത്രയാണ്? 7 by root 30. 7 by root 130. Sorry. Into 1 minus cos theta. 1 minus cos theta. Cos theta എത്രയാണ്? 7 by root 130. എഴുതി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഈ വാല്യൂ ഈ ഒരു ഇക്വേഷനിലേക്ക് സൈൻ തീറ്റയുടെ വാല്യൂ കോസ് തീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലാണ് ഇരിക്കുന്നത് അല്ലെ. ഇതും എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിയുടെ ഫോമിലാണ് ഇരിക്കുന്നത്. അതിന്റെ ആൻസർ എങ്ങനെയാണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന്റെ ആൻസർ ആണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഓക്കെ, ശ്രദ്ധിച്ചോണം. അപ്പൊ ഇങ്ങനെയുള്ളത് സിംപ്ലിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ ഇക്വേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി എടുക്കണം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നതിന്റെ ആൻസർ ആണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ആ ഫോമിലാണ് ഇതിരിക്കുന്നത്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്ന ഈ ഒരു ഫോമിലാണ് ഇതിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ഈ ഫോമിന്റെ ആൻസർ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ ഇതും എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിൽ ഇരിക്കുന്നതുകൊണ്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോമിൽ ഇതിനെയും മാറ്റണം, ഇതിനെയും മാറ്റണം. അപ്പൊ നമ്മൾ അത് ചെയ്യാം. നമുക്ക് വേണ്ടത് എ സ്ക്വയർ. എ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 1ന്റെ സ്ക്വയർ പിന്നെന്താണ്? മൈനസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഈ ഫോമിലാണ് മാറ്റേണ്ടത്. എ സ്ക്വയർ, എ ആരാണ്? 1 ആണ്. അപ്പൊ 1ന്റെ സ്ക്വയർ മൈനസ് ബി. ബി എന്ന് പറയുന്നത് എന്താണ്? 8 by root 130. 8 by root 130 ബി സ്ക്വയർ. അപ്പൊ അതിന്റെയും സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇതും എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആയതുകൊണ്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ് ഈ ഫോമിലാക്കണം. എ ആരാണ്? 1 ആണ് അല്ലെ. രണ്ടിടത്ത് എ എന്താണ്? 1. അപ്പൊ 1ന്റെ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ബി എന്ന് പറയുന്നത് 7 by root 30. അപ്പൊ 7 by root 130 the square. ഓക്കെ, ഇസിക്കൽ ടു 1ന്റെ സ്ക്വയർ 1 മൈനസ് 8ന്റെ സ്ക്വയർ 64 ബൈ റൂട്ട് 30യുടെ സ്ക്വയർ. റൂട്ട് 130യുടെ സ്ക്വയർ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? റൂട്ട് 113 ഇൻറ്റു റൂട്ട് 113 എന്നാണ് അല്ലെ. ഇത് 2 വട്ടം ഇൻറ്റു ചെയ്യുക എന്നതാണ് സ്ക്വയർ കൊണ്ട് മീൻ ചെയ്യണം. അതായത് റൂട്ട് ഓഫ് ഈ രണ്ടും കൂടെ ഇൻറ്റു ചെയ്ത് 113 ഇൻറ്റു 130 ഇസിക്കൽ ടു റൂട്ട് ഓഫ് 130 2 വട്ടം ആകുമ്പോൾ 130 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ ഈ സ്ക്വയറും ഈ റൂട്ടും കട്ടാവും. പിന്നെ ആരേ ഉള്ളൂ? 130. ഓക്കെ, അതായത് റൂട്ട് എക്സിന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എക്സ് എന്നാണ് ആൻസർ. അപ്പൊ റൂട്ട് 30യുടെ സ്ക്വയർ എന്ന് വെച്ചാൽ 130യുടെ സ്ക്വയർ എന്ന് വെച്ചാൽ 130 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 1ന്റെ സ്ക്വയർ 1 മൈനസ് 7ന്റെ സ്ക്വയർ 49 ഡിവൈഡഡ് ബൈ റൂട്ട് 30യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 130യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 130. ഓക്കെ, ഇനി നമുക്ക് ഈ വാല്യൂ ഇത് ഞാൻ ഇവിടെ ചെയ്യാൻ പോവുകയാണ്. ഇത് മായ്ക്കുക. ഇവിടെ നോക്കിയാണ് ഒരു നമ്പറും ഒരു ഫ്രാക്ഷനുമാണ്. അപ്പൊ ഈ നമ്പറും ഫ്രാക്ഷനും തമ്മിൽ മൈനസ് ചെയ്യാൻ പറ്റില്ല. അതിനെന്ത് ചെയ്യണം? ഇതിന്റെ ഡിനോമിനേറ്റർ 130 ആവണം. അതിനെന്ത് ചെയ്താൽ മതി? ഇതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് എ മൈനസ് സി ബൈ ഡി എന്ന ഫോമിലാണെങ്കിൽ അതിനെന്ത് ചെയ്താൽ മതി? ഈ ഡി കൊണ്ട് എ ഇൻറ്റു ചെയ്യുക. അപ്പൊ എ ഇൻറ്റു ഡി മൈനസ് സി ഡിവൈഡഡ് ബൈ ഇ ഡി. ഓക്കെ, അപ്പൊ ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യുക. അപ്പൊ അതുപോലെ 130 കൊണ്ട് ഈ 1നെ ഇൻറ്റു ചെയ്യുക. പിന്നെ മൈനസ് സി, അതുപോലെ മൈനസ് സി പോലെ മൈനസ് 64. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോണു? ഈ 1ഉം 130യോടെ ഇൻറ്റു ചെയ്യാൻ പോകണം. അപ്പൊ 1 ഇൻറ്റു 130 പിന്നെന്താണ്? മൈനസ് സി. സി എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? 64 മൈനസ് 64 ഡിവൈഡഡ് ബൈ ഡി. ഡിയുടെ സ്ഥാനത്ത് ആരാണ് ഇരിക്കുന്നത്? ഡിയുടെ സ്ഥാനത്ത് 130. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ഫോമിനെ സിംപ്ലിഫൈ ചെയ്യണത്. നെക്സ്റ്റ് എന്താണ്? ഡിവൈഡഡ് ബൈ ഇനി ഇത് ഇവിടെ എന്താണ്? 130 കൊണ്ട് 1നെ ഇൻറ്റു ചെയ്യുക. അപ്പൊ 1 ഇൻറ്റു 130 പിന്നെന്താണ്? മൈനസ് 49 ദ ഹോൾ ഡിവൈഡഡ് ബൈ 130. ഓക്കെ, is equal to
1 into 130 എന്ന് പറയുന്നത് 130 minus 64 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 130 ഡിവൈഡഡ് ഓഫ് ഇതെന്താണ് 1 into 130 എന്ന് പറയുന്നത് 130 minus 49 ഡിവൈഡഡ് ബൈ 130. ഓക്കെ, ഇതും ഇൻറ്റു ചെയ്ത ആൻസർ ആണ് ഇത്, -64 ഡിവൈഡഡ് ബൈ ഈ ഡിവിഷനെയാണ് ഞാൻ ഈ ഡിവൈഡഡ് സിമ്പൽ ഇട്ട് എഴുതിയത്. 1 into 130 എഴുതി, -49 എഴുതി, ഡിവൈഡഡ് ബൈ 130 എഴുതി കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് 130 നിന്ന് 64 മൈനസ് എഴുതുക. എങ്ങനെയാണ് മൈനസ്? 130 എഴുതുക, 64 എഴുതുക, മൈനസ് എഴുതുക. 3 നിന്ന് 4 മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ നിന്ന് കളർ എടുക്കുക. അപ്പൊ ഇവിടെ എത്രയാവും? 0 ആവും, ഇവിടെ 13 ആവും. 13 നിന്ന് 4 പോയാൽ 9 കിട്ടും. 1 ഇവിടെ വരുമ്പോഴത്തേക്ക് 10 ആവും. 10 നിന്ന് 6 പോയാൽ എത്ര കിട്ടും? 4. അപ്പൊ എന്താ ആൻസർ? ഇത് രണ്ടും മൈനസ് ചെയ്താലുള്ള ആൻസർ എത്രയാണ്? 49 ഡിവൈഡഡ് ബൈ 130. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇതും ഡിവൈഡ് ചെയ്യാനാണ്. അപ്പൊ രണ്ട് ഫ്രാക്ഷൻ ആണ്, ഇതൊരു ഫ്രാക്ഷൻ, ഇതൊരു ഫ്രാക്ഷൻ, ഡിവിഷൻ ആണ്. അങ്ങനെ ഡിവിഷൻ ചെയ്യുമ്പോൾ എന്താവും? ഇതിനെ നമ്മൾ മൾട്ടിപ്പിൾ ഇട്ടിട്ട് ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്ത് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. രണ്ട് ഫ്രാക്ഷൻ തമ്മിൽ ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഫ്രാക്ഷന്റെ സെക്കൻഡ് ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുക്കുക, എന്നിട്ട് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഈ ഡിവിഷൻ എന്താവും? മൾട്ടിപ്പിൾ ആവും. എന്നിട്ട് ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പൊ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററായി മാറും. 130 മോളിൽ വരും, ഡിവൈഡഡ് ബൈ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ കിട്ടണം. 130 49 മൈനസ് ചെയ്താൽ 64 കിട്ടും അല്ലേ? ഇതിൽ നിന്ന് 49 മൈനസ് ചെയ്താൽ 64 കിട്ടും. ഇവിടെ എന്താണ്? ഡിനോമിനേറ്റർ 130, ന്യൂമറേറ്റർ 130. അപ്പൊ ഇത് രണ്ടും കട്ടായി പോകും. ഇനി ആരേ ഉള്ളൂ? 49 ഡിവൈഡഡ് ബൈ ഈ 64. അപ്പൊ ആൻസർ എന്താണ്? 1 plus sin theta into 1 minus cos sin theta ഡിവൈഡഡ് ബൈ 1 plus cos theta into 1 minus cos theta യുടെ ആൻസർ എന്താണ്? 49/64 ആണ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇതെങ്ങനെയാണ് ചെയ്തു വന്നതെന്ന്. അടുത്ത നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയ കോട്ട് സ്ക്വയർ തീറ്റ കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? കോട്ട് സ്ക്വയർ തീറ്റ. ഈ കോട്ട് സ്ക്വയറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, കോട്ട് തീറ്റ ദി ഹോൾ സ്ക്വയർ. ഇങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. കോട്ട് സ്ക്വയർ തീറ്റ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? കോട്ട് തീറ്റ ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ കോട്ട് തീറ്റയുടെ വാല്യൂ ഉണ്ട്, അത് എത്രയാണ്? 7/8 ആണ്. അപ്പൊ അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇസിക്കൽ ടു കോട്ട് തീറ്റയുടെ വില എത്രയാണ്? 7/8. അപ്പൊ 7/8 എന്നിട്ട് എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഇടണം അല്ലെ? ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് എന്ത് എഴുതണം? സ്ക്വയർ ഇടണം. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥമാണ് a/b ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? എയുടെയും സ്ക്വയർ കാണണം, ബിയുടെയും സ്ക്വയർ ആണ്. ഈ എയുടെയും സ്ക്വയർ കാണണം, ഡിവൈഡഡ് ബൈ ഈ ബിയുടെയും സ്ക്വയർ കാണണം. അതുപോലെ 7ന്റെയും സ്ക്വയർ കാണണം, ഡിവൈഡഡ് ബൈ 8ന്റെയും സ്ക്വയർ കാണണം. ഈക്വൽ ടു 7ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 7 into 7 എന്നാണ്. 8ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 8 into 8 എന്നാണ്. 7 into 7 49, 8 into 8 64. ഓക്കെ, അപ്പൊ കോട്ട് സ്ക്വയർ തീറ്റ കണ്ടുപിടിക്കാൻ പറഞ്ഞു, നമ്മൾ കണ്ടുപിടിച്ചു. കോട്ട് തീറ്റ തന്നിട്ടുണ്ട്, അപ്പൊ അതെടുത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതിന്റെ സ്ക്വയർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കോട്ട് സ്ക്വയർ തീറ്റയുടെ ആൻസർ കിട്ടും. ഈസി അല്ലേ? അപ്പം അടുത്ത നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അടുത്ത നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയണത്? ഇഫ് 3 cot A equal to 4, check whether 1 minus tan square A divided by 1 plus tan square A equal to cos square A minus sin square A or not. എന്ന് വെച്ചാൽ കോട്ട് എയുടെ 3 cot എയുടെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കുക, ചെക്ക് ചെയ്യുക 1 minus tan square A divided by 1 plus tan square A. അപ്പൊ ഇത് ചെയ്യുമ്പോൾ 1 minus ടാനിന്റെ റേഷ്യോയുടെ സ്ക്വയറും 1 plus ടാനിന്റെ റേഷ്യോയുടെ സ്ക്വയർ കൂടെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും കോസ് സ്ക്വയർ എയുടെ റേഷ്യോ ചെയ്യുമ്പോൾ കിട്ടുന്നതും സൈൻ സ്ക്വയർ എയുടെ റേഷ്യോ ചെയ്ത് അത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഈക്വൽ ടു ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓർ നോട്ട്, ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറയണത്.
അപ്പൊ ഇവിടെ ആകെ നമുക്ക് തന്നിരിക്കുന്ന ക്ലൂ എന്ന് പറയുന്നത് കോട്ട് എയുടെ റേഷ്യോ ആണ്. ആ കോട്ട് എയുടെ റേഷ്യോയിൽ നിന്ന് കോസ് സൈന് ടാന് നമ്മൾ കണ്ടുപിടിക്കുക. ജസ്റ്റ് ഒരു ട്രയാങ്കിൾ 90 ഡിഗ്രി ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, കോട്ട് എയുടെ റേഷ്യോ ഇടുക, മൂന്നാമത്തെ സൈഡ് പൈതഗോറസ് തിയറം വെച്ച് കണ്ടുപിടിക്കുക, എന്നിട്ട് സൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, കോസിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, ടാൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് അതെടുത്ത് ആ വാല്യൂസ് എല്ലാം ഇവിടെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് രണ്ടിടത്തും ഇവിടെ ചെയ്യുന്നതും ഈക്വൽ ആണോ എന്നുള്ളത് മാത്രം, LHSഉം RHSഉം സെയിം ആണോ എന്ന് മാത്രം നോക്കുക. ആണെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ. ഓക്കെ, അത് ചെക്ക് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. നമുക്ക് എന്ത് ചെയ്താം, 3 കോട്ട് എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. 3 കോട്ട് എ ഈക്വൽ ടു 4 എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇവിടെ നോക്ക്, നമുക്ക് കോട്ടയുടെ റേഷ്യോ ആണ് അറിയേണ്ടത്. അപ്പൊ ഈ 3 എന്ന് പറയുന്നത് ഈ കോട്ടുമായിട്ട് ഇൻറ്റു ആണ്, മൾട്ടിപ്പിൾ ആണ് അല്ലെ. 3 ഇൻറ്റു കോട്ടയാണ് 3 കോട്ട്. അപ്പൊ ഈ ഇൻറ്റു ആവുന്ന 3 ഈക്വൽ ടുന്റെ ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ആയി മാറും അല്ലെ. അപ്പൊ കോട്ട് എ എന്ന് പറയുന്നത് എന്തായി മാറും, 4 ഡിവൈഡഡ് ഓഫ് ഈ 3 അല്ലെ. 3 ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആയി മാറും. അപ്പൊ കോട്ടയുടെ റേഷ്യോ കിട്ടി എത്രയാണ്, 4/3 ആണ് കോട്ട് എയുടെ റേഷ്യോ. ഈ കോട്ടിന്റെ ഡെഫിനിഷൻ എന്താണ്, അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ് കോട്ടിന്റെ റേഷ്യോ. അപ്പൊ അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസന്റ് സൈഡ് ആണ് 4, ഓപ്പോസിറ്റ് സൈഡ് ആണ് 3. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു 90 ഡിഗ്രി ട്രയാങ്കിൾ വരയ്ക്കുക, 90 ഡിഗ്രി കൊടുക്കുക. ഈ എ ആണ് നമ്മുടെ ആംഗിൾ, എ എന്ന് പറയുന്നതാണ് നമ്മുടെ ആംഗിൾ. അതൊരിക്കലും 90 ഡിഗ്രി ആകരുത്, ഇവിടെയോ വരണം. ഞാൻ ഇവിടെ കൊടുക്കുകയാണ്, എ എന്ന് പറയുന്ന ആംഗിൾ ഇവിടെ എടുക്കുകയാണ്. അപ്പൊ ഇത് ബി, ഇത് സി. എ എന്ന് പറയുന്ന ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡ് ആണ് 4. അപ്പൊ ഈ എ എന്ന് പറയുന്ന ആംഗിൾ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ അവിടെ 4, ഓപ്പോസിറ്റ് സൈഡ് ആണ് 3. എയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇതാണ്, അവിടെ 3. ഓക്കെ, നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ ഹൈപ്പോട്ടൈനസ് അറിയണം. കാരണം 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് ഹൈപ്പോട്ടൈനസ്. അപ്പൊ ഹൈപ്പോട്ടൈനസ് അറിയണമെങ്കിൽ ഈ ബേസും ആൾട്ടിറ്റ്യൂഡും കൂടെ സ്ക്വയർ എടുത്ത് കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് ചെയ്യാം. ഹൈപ്പോട്ടൈനസിന്റെ പേര് എന്താണ്, AC. അപ്പൊ AC സ്ക്വയർ ഇസിക്കൽ ടു ബേസ് സ്ക്വയർ അല്ലെ, BA സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ BC സ്ക്വയർ. അതായത് ഹൈപ്പോട്ടൈനസ് സ്ക്വയർ ഇസിക്കൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഈ സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും, റൂട്ട് ആവും അല്ലെ. ഈ സ്ക്വയർ ഇങ്ങ് വരുമ്പോൾ റൂട്ടായി മാറും. ഇസിക്കൽ ടു റൂട്ട് ഓഫ് BAയുടെ സ്ക്വയർ. BA ആരാണ്, 4, 4ന്റെ സ്ക്വയർ പ്ലസ് BC 3യുടെ സ്ക്വയർ ഇസിക്കൽ ടു 4 × 4 ആണ് 4 സ്ക്വയർ. 4 സ്ക്വയർ എന്ന് വെച്ചാൽ 4നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 4നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 16 കിട്ടും. പ്ലസ് 3 സ്ക്വയർ എന്ന് വെച്ചാൽ 3യെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പൊ 3യെ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ എത്ര കിട്ടും, 9 കിട്ടും. 16 പ്ലസ് 9 എന്ന് പറയുന്നത് 25. 25 റൂട്ടിൽ നിന്ന് പുറത്തു വന്ന 5, ബിക്കോസ് റൂട്ട് 25 എന്ന് വെച്ചാൽ 5ന്റെ സ്ക്വയർ ആണ് അല്ലെ. 5 × 5 ആണ് 25 എന്ന് പറയുന്നത്. 5 × 5 ഈസ് 25. സോ 5 സ്ക്വയർ, 5 സ്ക്വയർ റൂട്ടും കൂടെ കട്ടാവും, പിന്നെ ആരേ വരുള്ളൂ 5. അപ്പൊ 25ന്റെ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്, 5 ആണ്. അതാരാണ്, AC. AC എന്ന് പറയുന്നത് ഇതാണ്, ഞാൻ അവിടെ 5 എന്ന് കൊടുത്തു. അപ്പൊ 3 സൈഡും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഇടേണ്ട വാല്യൂസുകൾ കണ്ടുപിടിക്കാം. ടാനിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് വേണ്ടത് ടാൻ A ആണ്. അപ്പൊ ടാൻ A എന്ന് പറയുന്നത് എന്താണ്, ടാനിന്റെ റേഷ്യോ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് അല്ലെ. ഓപ്പോസിറ്റ് സൈഡ്, എയുടെ ഓപ്പോസിറ്റ് സൈഡ് എത്ര, 3. എയുടെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് 4. അപ്പൊ 3/4 ആണ് ടാൻ എയുടെ വാല്യൂ. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ ഈ 3/4 എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് അത് ഇക്വേഷൻ എഴുതാം. 1 മൈനസ് ടാൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എ, 1 പ്ലസ് ടാൻ സ്ക്വയർ എ എന്ന് വെച്ചാൽ 1 മൈനസ് ടാൻ സ്ക്വയർ എ എന്ന് പറയുന്നത് ടാൻ എ ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെയും നമുക്ക് എഴുതാം. ടാൻ സ്ക്വയർ എയെ എങ്ങനെ എഴുതാം, ടാൻ എ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം, കൺവെർട്ട് ചെയ്താൽ. അപ്പൊ ഇതിനെ ഞാൻ ഇങ്ങനെ കൺവെർട്ട് ചെയ്തു. ഇനി അടുത്ത് എന്താണ്, 1 പ്ലസ് ടാൻ സ്ക്വയർ എ, അതിനെ എങ്ങനെ കൺവെർട്ട് ചെയ്യാം, ടാൻ എ ദി ഹോൾ സ്ക്വയർ. ഇനി ടാൻ ക്യൂബ് എ എന്നാണെങ്കിൽ എങ്ങനെ എഴുതണം, ടാൻ എ ദി ഹോൾ ക്യൂബ്, ഇങ്ങനെ എഴുതാം.
ഓക്കെ. അപ്പം ഞാൻ ടാൻ സ്ക്വയർ എ ടാൻ എ ദി ഹോൾ സ്ക്വയർ ഇങ്ങനെ ഇതിനും സ്ക്വയർ ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് വിച്ച് ഇംപ്ലൈസ് 1 മൈനസ് ടാൻ എ. ടാൻ എയുടെ വില നമുക്ക് കിട്ടിയ എത്രയാണ്? 3/4. അപ്പൊ ഇവിടെ എന്തിട്ട് കൊടുക്കണം? 3/4 ഇടണം. 3/4 പിന്നെ എന്തുണ്ട്? ബ്രാക്കറ്റ് ഉണ്ട്, പിന്നെ എന്തുണ്ട്? സ്ക്വയർ ഉണ്ട്, അതിട്ട് കൊടുത്തു. ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എ. ടാൻ എയുടെ 3/4 ഹോൾ സ്ക്വയർ. ഓക്കെ. ഇനി ഇതിന്റെ ആൻസർ ഈസിക്കൽ ടു 1 മൈനസ് എഴുതി. 3യുടെ സ്ക്വയർ എത്രയാണ്? 9. 3 × 3 9. 4ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. 4 × 4 ആണ് 4ന്റെ സ്ക്വയർ 60 ഡിവൈഡഡ് ബൈ 1 പ്ലസ് പിന്നെ എന്താണ്? 3യുടെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 60 ഈസിക്കൽ ടു വിച്ച് ഇംപ്ലൈസ് ഈ 16 കൊണ്ട് 1നെ ഇൻറ്റു ചെയ്യണം അല്ലേ? ഒരു നമ്പർ മൈനസ് ഫ്രാക്ഷൻ ആണെങ്കിൽ, ഒരു നമ്പറും ഒരു ഫ്രാക്ഷനും ആണെങ്കിൽ അത് തമ്മിൽ മൈനസ് ആണെങ്കിൽ ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഈ ന്യൂമറേറ്ററിനെ ഇൻറ്റു ചെയ്യുക. അപ്പൊ 16 × 1, അതായത് 1 × 16. ഈ 1നെ 16 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് മൈനസ് ഈ 9 ഡിവൈഡഡ് ബൈ ഈ 60 ദ ഹോൾ ഡിവൈഡഡ്. ഈ ഡിവൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഡിവൈഡ്. നെക്സ്റ്റ് എന്താണ്? ഈ 16 കൊണ്ട് ഇവിടെയും 1നെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ 1 × 16 പിന്നെ എന്താണുള്ളത്? പ്ലസ് ഇട്ടു, പിന്നെ ഈ 9 എഴുതി. ഇനി ഈ ഡിവിഷൻ മൊത്തത്തിൽ ഇടാം. ഡിവൈഡഡ് ബൈ ഈ 60 CL ടു 1 × 16 മൈനസ് 9 ഡിവൈഡഡ് ബൈ ഈ 16. ഈ സിമ്പിൾ എന്താണ്? ഡിവിഷൻ. ഈ വര എന്താണ്? ഡിവിഷൻ. നെക്സ്റ്റ് എന്താണ്? ഇതെന്താണ്? 1 × 16 പ്ലസ് 9 പിന്നെന്താണ്? ഡിവൈഡ് ഈ 60. അപ്പൊ 16 മൈനസ് 9 ഈ 1 × 16 ആണ് 16, മൈനസ് 9 ആണ് ഇതാ എഴുതിയത്, ഈ 16 ആണ് എഴുതിയത്. ഈ ഇതിനെ ഞാൻ ഡിവൈഡഡ് സിമ്പിൾ ആക്കി. 1 × 16 പ്ലസ് ഇട്ടു 9 ഡിവൈഡഡ് ബൈ 16 എഴുതി. ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? ഇത് തമ്മിൽ മൈനസ് ചെയ്യണം. 16ൽ നിന്ന് 9 പോയി എത്രയാണ്? 7/16. ഈ ഡിവിഷൻ ഇതൊരു ഫ്രാക്ഷൻ, ഇതൊരു ഫ്രാക്ഷൻ. അപ്പൊ ഒരു ഫ്രാക്ഷന് മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഡിവിഷൻ ചെയ്യുന്നത്. അപ്പൊ ഇതിനെ ഡിവൈഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പൊ അത് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണോണ്ട് ഈ ഡിവിഷൻ എന്തായി മാറും? മൾട്ടിപ്പിൾ ആവും. ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പൊ 16 ഡിനോമിനേറ്റർ 16 ന്യൂമറേറ്റർ ആയി മാറും. അപ്പൊ 16 മോളിൽ വരും, ഡിവൈഡഡ് ബൈ ഇത് താഴെ വരും. 16 പ്ലസ് 9 എന്ന് പറയുന്നത് എത്രയാണ്? 25. ഓക്കെ. ഇസിക്കൽ ടു ഇവിടെ മുകളില് ന്യൂമറേറ്ററിലും 16 ഉണ്ട്, ഡിനോമിനേറ്ററിലും 16 ഉണ്ട് അല്ലെ? മുകളിലും താഴെയും 16 ഉണ്ട്. അപ്പൊ അത് രണ്ടും കട്ട് ചെയ്യാം. 16 കട്ട് ചെയ്യാം. ഇനി മുകളിൽ ആരേ ഉള്ളൂ? 7 ഡിവൈഡഡ് ബൈ താഴെ എത്രയേ ഉള്ളൂ? 25. ഓക്കെ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഇതാണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലെ? അപ്പൊ 1 മൈനസ് ടാൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എ ഇസിക്കൽ ടു എത്രയാണ്? 7/25. അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടി 7/24. ഇനി ഇതിന്റെ ആൻസറും 7/25 ആണെന്ന് നോക്കാം. ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് രണ്ടും നോട്ട് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. അടുത്ത നമുക്ക് ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ ആണ്. അത് ചെയ്യാം. ഇക്വേഷൻ എന്താണ്? കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ. ഓക്കെ. ആദ്യം നമുക്ക് കോസ് എ എത്രയാണെന്ന് നോക്കാം. കോസ് എ, കോസ് എന്ന് പറയുന്നതിന്റെ റേഷ്യോ എത്രയാണ്? കോസ് എന്ന് പറയുന്നത് അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണ് അല്ലേ? അപ്പൊ അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. അപ്പം എയുടെ അഡ്ജസെന്റ് സൈഡ് അല്ലേ? ഈ എയുടെ അഡ്ജസെന്റ് സൈഡ് എന്ന് പറയുന്നത് 4 ആണ്, ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടേനസ്. ഹൈപ്പോട്ടേനസ് എന്ന് പറഞ്ഞാൽ ഇതാണ് 5 ആണ്. ഇനി സൈൻ സ്ക്വയർ എ അറിയാം, സൈൻ എ അറിയണം. അപ്പൊ സൈൻ എ ഇസിക്കൽ ടു സൈൻ എയുടെ റേഷ്യോ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. ഓപ്പോസിറ്റ് സൈഡ് ആരുടെ ഓപ്പോസിറ്റ്? എയുടെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ ഈ എയുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് 3 ബൈ ഹൈപ്പോട്ടേനസ്. ഹൈപ്പോട്ടേനസ് 5. അപ്പൊ ഇതെടുത്ത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിന്റെ മീനിങ് എന്താണ്? കോസ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? കോസ് എ ദി ഹോൾ സ്ക്വയർ
മൈനസ് സൈൻ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്, സൈൻ എ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോസ് എയുടെ വില എത്രയാണ്? കോസ് എയുടെ വാല്യൂ 4/5. അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4/5 പിന്നെന്താണ് ബ്രാക്കറ്റ് പിന്നെ ഒരു സ്ക്വയർ മൈനസ് സൈൻ എ. സൈൻ എ എന്ന് പറയുന്നത് എത്രയാണ്? 3/5. അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3/5 പിന്നെ ബ്രാക്കറ്റ് പിന്നെ ഒരു സ്ക്വയർ. ഓക്കെ, അപ്പൊ 4/5 ദ ഹോൾ സ്ക്വയർ. അപ്പൊ 4ന്റെ സ്ക്വയറും കാണുക, 5ന്റെ സ്ക്വയറും കാണുക. 4ന്റെ സ്ക്വയർ അതായത് 4ന്റെ സ്ക്വയറും കാണണം, ഈ 5ന്റെ സ്ക്വയറും കാണണം. മൈനസ് 3/5 ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 3യുടെ സ്ക്വയർ കാണണം, താഴെയുള്ള ഈ 5ന്റെ സ്ക്വയറും കാണണം. അതായത് 4ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? 4 × 4. 4 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 16. 5ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 5 × 5. 5 × 5 എത്രയാണ്? 25. മൈനസ് 3യുടെ സ്ക്വയർ. 3യുടെ സ്ക്വയർ 3 × 3. 3 × 3 9. 5ന്റെ സ്ക്വയർ 5 × 5 25. ഇസിക്കൽ ടു ഇവിടെ എന്താണ്? ഡിനോമിനേറ്റർ സെയിം ആയല്ലോ. ഇവിടുത്തെ ഡിനോമിനേറ്റർ 25, ഇവിടുത്തെ ഡിനോമിനേറ്റർ 25. അപ്പൊ രണ്ട് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് ന്യൂമറേറ്റർ തമ്മിൽ മൈനസ് ചെയ്യാം. അപ്പൊ 16 മൈനസ് 9 the whole divided by 25. ഇങ്ങനെയാണ് എഴുതേണ്ടത്. അതായത് മൊത്തത്തിൽ ഡിവൈഡഡ് ബൈ 25 എന്ന് എഴുതാൻ കാരണം രണ്ടിടത്ത് ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞു. അപ്പൊ ന്യൂമറേറ്ററിൽ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം. ന്യൂമറേറ്റർ തമ്മിൽ മൈനസ് ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ ന്യൂമറേറ്റർ തമ്മിൽ മൈനസ് ചെയ്യുക. ഇസിക്കൽ ടു 16ൽ നിന്ന് 9 പോയി എത്ര കിട്ടും? 7 കിട്ടും. 7 ഡിവൈഡഡ് ബൈ 25. ഓക്കെ, ഇത് ഏതിന്റെ ആൻസർ ആണ്? ഈ ഇക്വേഷന്റെ ആൻസർ ആണ് 7/25 എന്ന് പറയുന്നത് അല്ലെ. 7/25 നമ്മൾ ചെയ്ത് കിട്ടിയ ആൻസർ ആണ് ഇത്. അതെടുത്ത് ഇവിടെ എഴുതാം. ഇവിടെ എഴുതാൻ പോവുകയാണ് 7/25. അതായത് ഈ ഒരു ഇക്വേഷൻ ചെയ്തപ്പോൾ കിട്ടിയതും 7/25 ആണ്. ഈ ഒരു ഇക്വേഷൻ ചെയ്തപ്പോൾ കിട്ടിയതും 7/25 ആണ്. ഇതും ഇതും ഈക്വൽ ആണെന്നായിരുന്നു ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. നമ്മൾ അത് നോക്കിയപ്പോൾ എന്ത് കിട്ടി? രണ്ടും ഈക്വൽ ആണ്, രണ്ടും ഒരേ വാല്യൂ ആണ് കിട്ടിയത്. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? therefore 1 മൈനസ് tan സ്ക്വയർ a ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ a ഇസിക്കൽ ടു ആണ്, അതിന് ഈക്വൽ ആണ് ആര്? കോസ് സ്ക്വയർ a മൈനസ് സൈൻ സ്ക്വയർ a ഇസിക്കൽ ടു 7/25. ഇതിനും ഇതിനും ഈക്വൽ ആണ് 7/25 ആണല്ലോ. നമ്മൾ ചെയ്തപ്പോൾ കിട്ടി, രണ്ടിന്റെ വില സെയിം തന്നെയാണ്. ഈസിയാണ് ഈ പ്രോബ്ലം. ഇങ്ങനെ നമുക്ക് തരുമ്പോൾ നമ്മൾ ഇതിന് റേഷ്യോ എടുക്കണം. ഇതുപോലെ ഒരു നമ്പർ ഇൻറ്റു ഒരു ട്രിഗ്നോമെട്രി വാല്യൂ. അപ്പൊ ഈ ഇൻറ്റു ഫോമിലിരിക്കുന്ന ഇതിനെ നമ്മൾ ഡിവിഷൻ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു ഇതിന്റെ റേഷ്യോ എത്ര എന്നുള്ളത് നമുക്ക് കിട്ടും. ആ റേഷ്യോ എടുത്ത് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, അതിൽ ആ വാല്യൂസ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് മൂന്നാമത്തെ സൈഡ്, രണ്ട് സൈഡിന്റെ റേഷ്യോ ഇട്ട് മൂന്നാമത്തെ സൈഡിന്റെ റേഷ്യോ കണ്ടുപിടിക്കുക. അത് വെച്ചിട്ട് മറ്റുള്ള ട്രിഗ്നോമെട്രിയുടെ വാല്യൂസുകൾ കണ്ടുപിടിക്കുക, റേഷ്യോകൾ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് 9th ക്വസ്റ്റ്യൻ ചെയ്യാം. താങ്ക് യു.